ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 35 വർഷത്തോളം പഴക്കമുള്ള ഒരു പഴയൊരു സൈക്കിളുമായിട്ടാണ്. അപ്പോൾ നമ്മളിതിനെ ലോഡ് സൈക്കിളെന്നും റാലി സൈക്കിളെന്നും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരെന്ന് പറയുന്നത് റോഡ്സ്റ്റർ എന്നാണ്. അതായത് ഇതിപ്പം ഹെർക്കുലീസിൻ്റെ സൈക്കിളാണ്. അപ്പോൾ അതുപോലെ BS റോഡ്സ്റ്റർ ഉണ്ട്. അതുപോലെ റാലി എന്ന് പറഞ്ഞ കമ്പനി റോഡ്സ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനെ റാലി സൈക്കിൾ എന്ന് വിളിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സൈക്കിളിനെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് ഇതിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ കൂടെ ചെയ്തിട്ട് ഒരു പുതിയൊരു രൂപത്തിലോട്ട് മാറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വണ്ടിയാണ് നമുക്ക് റീസ്റ്റോറേഷനും മോഡിഫിക്കേഷനും ഒക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 35 വർഷത്തോളം പഴക്കമുള്ള സൈക്കിളാണ്. ഇനി ഇത് ശരിക്കും എൻ്റെ അപ്പച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈക്കിളാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധവും കൂടെ ഞാനും ഈ സൈക്കിളും തമ്മിലുണ്ട്. അപ്പോൾ ഈ റോഡ്സ്റ്റർ സീരീസിൽപ്പെട്ട സൈക്കിളുകൾക്ക് സാധാരണ സൈക്കിളിനെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇതുപോലെ നമുക്ക് റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് പോസ്റ്റും അതുപോലെ ഇതിന് സെൻട്രൽ പുൾ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ സൈക്കിളിൻ്റെ പാർട്സ് കംപ്ലീറ്റ് അഴിച്ചെടുക്കണം. അപ്പോൾ ഇത് അഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 22 കിലോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തം അഴിച്ചെടുത്തിട്ട് ഫ്രെയിം മാത്രം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ഡിസ്ക് ബ്രേക്കാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിൽ ബ്രേക്ക് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക് ബ്രേക്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കിൻ്റെ യൂണിറ്റിന് കണക്കാക്കിയിട്ട് നമ്മൾ പട്ടയിൽ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പട്ടയെ നമുക്ക് ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇതേ കണക്ക് തന്നെ നമ്മൾ ഫ്രണ്ട് ഫോർക്കിലും ഡിസ്ക് വയ്ക്കാനുള്ള ക്ലാമ്പ് വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു സൈഡ് സ്റ്റാൻഡ് വയ്ക്കാനുള്ള ഓപ്ഷനും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയ സൈഡ് സ്റ്റാൻഡ് ഒറ്റ ഹോളുള്ള ടൈപ്പായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു പട്ട അവിടെ കൊടുത്ത് ഒരു ഹോളും കൂടി ഇട്ടെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ കണക്കിന് ഒരു പട്ടയിൽ ഹോൾട്ട് എടുത്തിട്ട് അതും കൂടെ നമുക്ക് ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ സ്റ്റാൻഡിലുള്ള ക്ലാമ്പ് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഡീറെയിലർ കേബിളും അതുപോലെ ബ്രേക്ക് കേബിളും ഒക്കെ കൊണ്ടുപോകാനായിട്ടുള്ള കേബിൾ ഗൈഡുകൾ ഫ്രെയിമിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേറെ ഒരു സാധനവും കിട്ടാത്തതുകൊണ്ട് ഞാൻ 4-5 വിചാരി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വിചാരിയുടെ പിന്ന് കട്ട് ചെയ്ത് ഊരിയെടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ റിയർ ഡീറെയിലറിനെ ഫ്രെയിമിൽ പിടിപ്പിക്കാനുള്ള ഒരു ഹാങ്ങർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സൈക്കിളിൽ വരുന്ന ഡ്രോപ്പ് ഔട്ടിൻ്റെ രീതി അനുസരിച്ചിട്ട് ഇതുപോലത്തെ ഒരു ഹാങ്ങറാണ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നമ്മൾ അതുപോലത്തെ ഒരെണ്ണം ഇരുമ്പിൽ ചെയ്തെടുക്കുകയാണ്. നമ്മളിതെല്ലാം കൂടി വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഡീറെയിലറിൻ്റെ ബോൾട്ട് പിടിപ്പിക്കാനുള്ള ത്രെഡൊന്നും കൊടുത്തിട്ടില്ലെന്ന് കാണാം. നമ്മളിതിൽ ഡീറെയിലർ പിടിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ ഡീറെയിലറിൻ്റെ ബോൾട്ടിന് കണക്കാക്കിയുള്ള ഒരു നട്ടിട്ടിട്ടായിരിക്കും നമ്മളിത് ഫ്രെയിമിൽ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിലുള്ള വെൽഡിങ് വർക്കുകളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. കേബിളുകൾ പുറകിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കേബിൾ ഗൈഡുകൾ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഇത് ഫ്രണ്ട് ഡീറെയിലറിൻ്റെ കേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് കൊടുക്കാനും അതുപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെ യൂണിറ്റ് വയ്ക്കാനുള്ള ക്ലാമ്പുകളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മഡ് ഗാർഡിൻ്റെ സ്റ്റേ കൊടുക്കാനും അതുപോലെ കാരിയർ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള മൗണ്ടാണ്. അതുപോലെ തന്നെ ഫോർക്കിലും കേബിൾ ഗൈഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മഡ് ഗാർഡ് വയ്ക്കാനുള്ള മൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്കിൻ്റെ യൂണിറ്റ് വയ്ക്കാനുള്ള ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തായിട്ട് വരുന്നത് നമുക്ക് കാരിയർ വയ്ക്കാനുള്ള മൗണ്ടാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ 6mm ത്രെഡും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കണക്കാക്കിയുള്ള ഹോൾസ് കൊടുത്തിട്ട് അതിൽ നമ്മൾ 4mm ത്രെഡും കൂടി ഇടുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫ്രെയിമിലുള്ള പഴയ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പ്രൈമർ അടിക്കണം.
അപ്പോൾ നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പുട്ടിയിട്ട് ലെവൽ ചെയ്തെടുക്കണം. പുട്ടിയിട്ട് പേപ്പർ ഒടിച്ച് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കോട്ട് പ്രൈമറും കൂടി അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് ശേഷം വീണ്ടും പേപ്പർ ഒടിച്ച് നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കണം. നമ്മുടെ ഫ്രെയിമിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് നമ്മൾ പുറത്ത് കൊടുത്താണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫൈനൽ അസംബ്ലി ചെയ്യാം. ഈ വണ്ടിക്ക് വരുന്ന ഒറിജിനൽ വീൽ സെറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് സാധാരണ ഫ്രണ്ടിൽ 32 സ്പോക്കും അതുപോലെ ബാക്കിൽ 40 സ്പോക്കുമാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ത്രെഡുള്ള ഹബ്ബ് ഇടണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ 40 സ്പോക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ ബാക്ക് വീലിൽ ഡിസ്ക് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ സൈഡ് ത്രെഡുള്ള ഹബ്ബ് വേണമായിരുന്നു. അപ്പോൾ നമുക്ക് 40 സ്പോക്കുള്ള ഈ ഇതുപോലത്തെ ഹബ്ബ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ 2 ഹബ്ബ് കട്ട് ചെയ്ത് വെൽഡ് ചെയ്തിട്ടാണ് ഈ ഡബിൾ സൈഡ് ത്രെഡ് ഹബ്ബ് ചെയ്തെടുത്തത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേണം ഇത് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഗിയർ സൈക്കിൾ ചെയ്യുന്നതിനേക്കാളും സിംഗിൾ സ്പീഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇതിൻ്റെ ഡ്രോപ്പ് ഔട്ട് ഈ ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിയർ ഡിറൈലർ പിടിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി നമ്മൾ വെയിറ്റ് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 16 കിലോയാണ് നമുക്ക് വെയിറ്റ് വരുന്നത്. അതേസമയം ഈ സിംഗിൾ സ്പീഡ് സൈക്കിളിന് 20 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ വെയിറ്റ് മാത്രമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് ഏകദേശം ഒരു 4-5 കിലോയ്ക്ക് ഉള്ളിലാണ് വരുന്നത്. ഇതിന് നമ്മൾ അലോയ് വീൽ സെറ്റും അതുപോലെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ കമ്പോണൻസും ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്കൊരു 14 കിലോയ്ക്കകത്ത് ഇതിൻ്റെ വെയിറ്റ് ഒതുക്കാൻ പറ്റുമായിരുന്നു. ഇനി നമുക്കിതിൽ മഡ് ഗാർഡ് പിടിപ്പിക്കണം, അതുപോലെ കാരിയർ. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ എങ്ങനെയാണെന്നുള്ള പറയാം. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരെയും ബൈ.